ഓക്കെ ഡബിൾ ഓക്കെ കൊണ്ട് കേട്ടോ. പറഞ്ഞു കേൾക്കണ പാറിന്റെ വെള്ളം കൊണ്ട് കേട്ടോ. സംസാരിച്ചപ്പോ ക്ലിയർ കേൾക്കണ്ടേ? എത്ര ദിവസം ഇങ്ങോട്ട് പറയണേ, പക്ഷെ ഇങ്ങോട്ട് കേൾക്കണ്ടേ. പക്ഷെ തോന്നുന്നത് ഇത് പാറന്റെ ശബ്ദം പോടാം, വായി കൂടെ നല്ലോ സഞ്ചരിക്കും തോന്നുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാടുള്ള വിൻഡ്യാർഡ് എന്ന റിസോർട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. പിന്നെ അതുവഴി നമുക്ക് ചെങ്കിരി റോക്സ്, അതേമാതിരി ചെങ്കിരി ഹിൽസ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ഭാഗത്തു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം അവിടെ പോയിട്ടാണ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരം കയറി വന്ന് ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്പോട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്പോട്ടിൽ ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. താമരശ്ശേരി അങ്ങാടി, അതേപോലെ താമരശ്ശേരി കാക്കനാടുള്ള നമ്മളെ നോളജ് സിറ്റിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കേട്ടോ. അത്ര ലോങ്ങിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് 9 വളവെന്ന് മേലിൽ നിന്ന് ഇതിലേറെ കാഴ്ചയിൽ കാണാൻ കഴിയും. ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയി കാണാൻ കഴിയും. ആരെ കോടല്ലാതെ അത് ഫുള്ള് കോട ജന കോടയില്ല. ഓക്കെ, ഞാൻ ഇത് കാണാൻ വരുന്നല്ലോ. അല്ല അങ്ങനെ പറഞ്ഞാണ് ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ കറുപ്പാണ്. ഇതിരി കാണുന്നവരാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് നേരെ ചുരത്തിൻ്റെ മേലെത്തിയിട്ടോ. ഇവിടെ നല്ല കിടക്കാച്ച് ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ സൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ദമ്മായി ഫോട്ടോകൾ എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരാളെ ഫോട്ടോക്കുള്ള പേഴ്സണായിട്ടത് എക്സിക്യൂട്ടീവ് മോഞ്ചനേട്ടോ. നമ്മൾ മലപ്പുറംകാർക്ക് വയനാട്ടിലേക്ക് പോകുമ്പോഴൊരു പ്രധാന ആകർഷണ പോയിൻ്റാണിത്. നമ്മൾ താമരശ്ശേരി ചുരം, അതിൻ്റെ പീക്ക് ലെവലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഒരു രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല കാറ്റടിക്കും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എതിരെ കാറ്റടിച്ചു. അപ്പോൾ നല്ല രസം, നമുക്ക് നല്ല സുഖമുള്ളൊരു കാറ്റേ കയറും. ഇതാണ് ഇൻ്റർനെറ്റിലൊക്കെ അടിച്ച ഒരു പിക്ക് ചുരം, താമരശ്ശേരി ചുരം. ഇതെന്താണോ സംഗതി? ഇത് തേയിലത്തോട്ടാട്ടോ. തേയിലത്തോട്ടം തോന്നുന്നുണ്ട്. ഒരു ഫാമാണ്. ബൈക്കുള്ള വയ്യകളാണ്. നല്ല രസം. ഇപ്പോൾ ലോങ്ങെന്ന് കാണാൻ നല്ല രസം. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടോ. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന പിന്നെ ഇതാണുള്ള അവസ്ഥ. ക്യാമറ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ക്യാമറ ഞാൻ ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ക്യാമറ തിരിച്ചു പിടിച്ചതാണ്. കണ്ടോക്കി കുട്ടികളെ കഴിയാത്ത കുറേ ആൾക്കാർ ഞങ്ങൾ കൂട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്പോട്ടിൽ കണ്ടുപിടിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ എവിടെയും നോക്കിയാലും നമുക്ക് നാടൻ ഭക്ഷണം എല്ലാം കിട്ടും കേട്ടോ. അവിടുത്തെ ഹൈലൈറ്റ് അതാണ്. അപ്പോൾ ഞങ്ങൾ നല്ല നാടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു ചെങ്കിരി ഹിൽസ്. അത് കുറച്ച് അറിയപ്പെട്ടൊരു അഡ്വഞ്ചർ ഏരിയ കേട്ടോ. അപ്പോൾ അതൊരു വന്നോലുണ്ടാവും, വരാത്തവർക്കാണ് മസ്റ്റായിട്ട് വയനാടൊക്കെ പോയാണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ചെങ്കിരി ഹിൽസ് പറഞ്ഞത്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ആ മല കയറാനാണ്. കയറണോ? ചെങ്കിരി റോക്ക് കേട്ടോ. ചെങ്കിരി റോക്ക് ഞങ്ങൾ ലാസ്റ്റ് എത്തിച്ചേർന്ന ഡെസ്റ്റിനേഷനാണ്. ഇവിടെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റൂട്ടോ. ഫ്രണ്ട്സൊന്നും അഡ്വഞ്ചർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അതാണ് മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോള്, ഇവൻ്റെ പേര് റബി കേട്ടോ. അവന് ദുബായിൽ ബിസിനസ്സാ. പിന്നെ മഞ്ചേരി കടലുള്ള പറഞ്ഞ ആളതാ. ഞാസ്
ഡാമാണല്ലേ ഡാമാണല്ലേ അല്ലേ ഞങ്ങളെത്തിയ ഡെസ്റ്റിനേഷൻ ജംഗീരി റോക്ക്. ഇവിടെ 5:30 രാവിലെ 5:30 തുടങ്ങും. അപ്പൊ എല്ലാവരും 5:30 ഞങ്ങൾക്ക് 5:30 എത്തി മേലെ കയറി രാത്രി. ഞങ്ങൾ 5:30 വൈകുന്നേരക്കേനി. ഗപ്പീസ് ചെങ്കീർ റോക്ക് വയനാട് ന്യൂ ഡെസ്റ്റിനേഷൻ. ഇതാ ഞങ്ങള് ഇത് നമ്മളിപ്പോ എത്തി. എവിടെ നമ്മളുള്ള ഡെസ്റ്റിനേഷൻ പറയടാ. കടുവക്കുയി. ഇതാ അതിന്റെ പേര് കടുവക്കുയി അല്ല. ഒന്ന് കറക്റ്റ് പറയാ യൂട്യൂബിൽ ഇടാൻ. വെള്ളം അടിപൊളി. നല്ല വെയിലുണ്ട്, പക്ഷെ കാറ്റുണ്ടായത് വെയിലറിയില്ല. AC കുത്തിർന്ന് പോണ മാതിരിയാ. നല്ല ഇതാട്ടോ, ടാസ്ക്കാണ്. പിന്നെ ആരോഗ്യമുള്ളവർ മാത്രം കയറിയാൽ മതി. ഇവര് പിന്നെ ഞങ്ങൾക്ക് പിന്നെ കുറേ മല കയറി പരിചയം ഉണ്ടായത്. ഇതാ ഇത് അതിസാഹസികമായും കുത്തനാട്ടോ. ഞങ്ങൾ പിന്നെ ഇവരെ മരിയ കാട്ടക്കാരെ മരിയ കുത്തനായതുകൊണ്ടും ഞങ്ങൾ കയറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പമ്മി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ടൂറാകാൻ കമ്പം പിടിച്ച ആളെ. ഈ കുന്നിൻ്റെ പ്രത്യേകത എന്താ പറയുക, അതിൻ്റെ മേലെത്തിയാൽ നമുക്ക് എന്താ ചെയ്യുക, വയനാട് മൊത്തം കാണാം. വയനാട് ജില്ല മൊത്തം കാണാം. അതാ ഇനി ഇതിലാറ് സാധനമായിട്ട് നമുക്ക് കാണാം. ഒരു പരുന്നിൻ്റെ മേലെ ഇങ്ങനെ പറക്കണേ കണ്ടാളെ. ഈ വയനാട് ജില്ല മൊത്തം നമുക്ക് റൗണ്ടിൽ കാണാൻ പറ്റുന്നതാണ് മേലെ അടിയിൽ നിന്ന് ഓഫീസിൽ പറഞ്ഞത്. ഏത് പോയക്കോട്ടെ. ഇതാ വരുന്നുണ്ട് ഊറ്റം കൊണ്ടുവരും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അത്യാവശ്യം ലോങ്ങിലാണ്, അത്യാവശ്യം കുന്നാണ്. നല്ല അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്നാൽ മതി. അത്രയ്ക്ക് നല്ല അടിപൊളി ലൊക്കേഷനാണ്. അത് ഞാൻ എടുക്കണ്ടേ? ഞാൻ എങ്ങനെയും വരും ഇടക്ക്. ഇവിടെ എന്താ വെച്ചാലേ കുറേ ഫാമിലിക്കാർ കുറേ വരുന്നുണ്ട്, പക്ഷെ ഇന്ന് കുറച്ച് കമ്മിയാണ്. ശരി, ഇവിടെ കുറേ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ വരും. ഇന്ന് പൊതുവെ കുറച്ച് കമ്മിയാണ്. പിന്നെ ടിക്കറ്റിന് 50 രൂപ വരിക. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റും ഇവിടെ ഓഫർ വന്നു. നമ്മൾ പിന്നെ ഗൈസ് ഈ മല ഏതെങ്കിലും അറിയാം. ഇത് നമ്മൾ ടൊവിനോ തോമസ് കയറിയാണ്ട് ഹിറ്റാക്കിയ മല കേട്ടോ. പിന്നെ ഈ മല കയറുമ്പോൾ എപ്പോഴും ഒരു കുപ്പി 2 കുപ്പി വെള്ളം കൈ പിടിച്ചാൽ നല്ലതാണ്. നല്ല ദാഹിക്കാരം, നല്ല വെയിലായതുകൊണ്ട് നല്ല ദാഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒരു കുപ്പി കരുതാൻ നല്ലതാണ്. നല്ല കാറ്റിലെ ടിക്കറ്റ് എടുത്താണ്ട് കുറച്ച് ആൾക്കാർ ഇതാ നെഗറ്റീവ് കുറച്ച് നോക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ടിക്കറ്റ് 50 രൂപയാണ് ആടുമ്പോൾ. പക്ഷേ ഇന്ന് ഓഫീസിനൊക്കെ ആയതുകൊണ്ട് നമുക്ക് 150 രൂപയ്ക്ക് കിട്ടി. ഞങ്ങൾ 9 പേരുണ്ട്. 9 പേർക്ക് 30 പേര് 150 രൂപയ്ക്ക് തന്നു. അപ്പൊ നമുക്ക് ക്യാഷ് വ്യൂ പോയിന്റ്. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, ഇതിന് മേലെ എത്തിയ വയനാട് ജില്ല മൊത്തം കാണാന്നാണ് പറയുന്നത്. ഇതാണ് വയനാടിന്റെ വ്യൂ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നത് അറിയില്ല. നല്ലോണം കുത്തനുള്ള കാറാണ്. ഇനി നമ്മൾ കുറച്ച് ടാസ്ക് മുന്നിലേക്കാണ് പോണേ. റോപ്പ് ഇട്ട് കയറണം. കാറൊക്കെ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കയറണം. ഇപ്പൊ നമ്മുടെ ടീം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. വെള്ളത്തിന്റെ കേസിൽ ഭയപ്പെടണ്ട. വെള്ളമൊക്കെ അവർ ബോട്ടിൽ സാധനം തരും. നമ്മൾ വെള്ളം ആക്കിയാൽ മതിയുള്ളൂ. കുപ്പിയിൽ വെള്ളം എടുക്കണം നല്ലതാട്ടോ. ഹാഫ് ആകുമ്പോ തന്നെ നമ്മള്
ഇതാവശ്യം ഞങ്ങളുടെ അഭിപ്രായത്തിൽ നേരത്തെ വരായിരിക്കും നല്ലത്. അതൊരു 5 മണിക്ക് വരുമ്പോൾ നല്ല 5:30 കൂടെ ഓപ്പൺ ആക്കൂട്ടോ. 5:30 അവിടെ ഓപ്പൺ സമയം കാണിക്കുന്നത്. ഏറ്റവും നല്ലത് ആ സമയത്ത് വരായിരിക്കും ബെറ്റർ. എന്നാൽ എന്തായാലും എത്രമാത്രം വെയിൽ കൊണ്ട് കയറേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിവിടെ ഓപ്പിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ ഇവിടെ ഈ റോപ്പും പിടിച്ച് നമുക്ക് കയറാൻ പറ്റും മേലേക്ക്. ഇതൊരു സഹായമാണ്. ഇത് മുടിച്ചിങ്ങനെ കയറാം നമുക്ക്. ഇത് കുരിശുമതി ഉണ്ട് നിലമ്പൂര്. അതേമാതിരി കുരിശുമതി ഇല്ലേ? കളിക്കുന്നേ സാർ വരുവോ? ഈ പൊടുത്ത് നോക്കണ്ട, സിമ്പിളായിട്ട് കയറാട്ടോ. ഈ കയറുണ്ടായാൽ എന്താ ചെയ്യാ, പെട്ടെന്ന് പേടിക്കാതെ കയറാം നമുക്ക്. മറ്റേ നമുക്കൊരു പേടിയായിരിക്കും, വെയ്യോ വെയ്യോ എന്ന് പേടി ഉണ്ടാകും. ആ പേടി എന്തെങ്കിലും ഉണ്ടാവില്ല, കാറ് പിടിച്ച് കയറാൻ ഉണ്ടാവില്ല. പ്രത്യേകത എന്താ വെച്ചാൽ ഈ പാറമലൊക്കെ ഗ്രിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്ലിപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു അടിച്ചിലൊക്കെ നമുക്ക് ചവിട്ടി കയറാൻ പറ്റും മേലൊക്കെ. പിന്നെ മെയിനായിട്ട് വ്യൂ ചൂടാണ്, നല്ല വെയിലാട്ടോ. പക്ഷേ നല്ല കാറ്റാണ്, തണുത്ത കാറ്റ്. അതങ്ങോട്ട് കേൾക്കാനാവില്ല. മേലെ സൂര്യൻ കണ്ടില്ലേ? ഒരു മുള കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഹട്ടുണ്ട്, അവിടെ ഇരിക്കാൻ പറ്റും. ചെക്കന്മാർ ഫുള്ള് വൈബ് മൂടിലാട്ടോ. പിന്നെ കയറിന് പൊളിച്ചു നോക്കണ്ട, അതൊക്കെ അവിടെ കെട്ടിയിട്ട് കയറാം. നമുക്ക് ആ കുന്ന് സൈഡായിട്ട് കയറാൻ വേണ്ടി കെട്ടിയിട്ട് കയറാം. അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ ബുദ്ധിമുട്ടില്ല. കുറച്ച് അണീക്കറിങ്ങി കുറച്ച് മുകൾക്ക് അവിടെ കട്ടെ. അല്ല ഇത് സംഗതിച്ച് മനസ്സിലായില്ല. ഇതെന്താ ടിക്കറ്റ് എടുക്കട്ടോ? 50 ടിക്കറ്റ് എല്ലാവരും കണ്ടിട്ടോ. നല്ല വ്യൂ ആണ്. നമ്മൾ ഈ കുന്ന് കയറാൻ വേണ്ടി കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു വിനോദസഞ്ചാര പ്ലേസും കൂടിയാണത്. കൊച്ചി ലുലു മാൾ ഹലുവ ഷോപ്പിംഗ് ഫുൾ ഹലുവ. ജീവൻ വെക്കാത്ത നിയാസ് ജീവൻ വെക്കും. നോക്കിക്കോ നോക്കിക്കോ. വില്ലേജ് കഴിഞ്ഞോ? ചെങ്കിരി ഹിൽസിൽ നമ്മളുള്ളത് ഇപ്പം ഏകദേശം 938 938 സ്ക്വയർ ഫീറ്റ് മൊത്തം ഫീറ്റാണുള്ളത്. പിന്നെ 1532 ഫീറ്റ് 1938 ഫുള്ളാക്കാം. വളരെ അഡ്വഞ്ചറായ ഒരു ഈ കാണുന്ന ഈ മല ഉണ്ടല്ലോ, ഈ മലയിൽ കൂടി നമ്മൾ ടോപ്പിലെത്തിയാൽ ഈ കുന്നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ട് നമ്മൾ അഡ്വഞ്ചർ പോയിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. അതേപോലെ തന്നെ ഈ ചെങ്കിരി ഹിൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ വുഡ് കൊണ്ടുള്ള ഹട്ട്. 4 മരങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ഉണ്ടാക്കിയൊരു ഹട്ടാണത്. അപ്പോൾ നല്ല ഉറപ്പുള്ളൊരു ഹട്ടും കൂടിയാണ്. നമുക്ക് ഈ കുന്ന കയറി വരുന്നവർക്ക് ഇറങ്ങി വരുന്നവർക്കൊക്കെ ക്ഷീണം അകറ്റാൻ പറ്റിയൊരു
ഹട്ടും കൂടിയാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ വിശാലായിട്ട് കിടക്കാൻ പറ്റിയൊരു ഹട്ടും കൂടിയാണത്. ഞങ്ങൾ വരുമ്പോ കുപ്പി വെള്ളാക്കി വെക്ക. ഇപ്പൊ കേട്ടാ മേലെ ഏകദേശം എത്താനായി. ചെറുത്തിപ്പത്ത് വെള്ളം തീർന്നു. കുറെ ആന്ധ്രക്കാരുണ്ട്, അവർക്ക് വെള്ളം കൊടുത്ത് ഞങ്ങൾ വെള്ളം തീർന്നു. വെള്ളം നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുണ്ട് കണ്ടില്ലേ. ഇതൊന്ന് കൈയിട്ടാണ്ട് കിട്ടും, അത്ര അടുത്തല്ലേ. പക്ഷേ ഇവിടെ നോക്കുമ്പോ അടുത്താണ്, പക്ഷെ അത് പോകുമ്പോ വെള്ളം കിട്ടാൻ അവസ്ഥ അതൊന്ന് വേറെ മക്കളെ. ഇവിടെ 3D മാതിരി കേട്ടോ, വയനാട് ഇങ്ങനെ കാണാം. ബാണാസുര ഡാം കേട്ടോ നമ്മളെ കാണുന്നത്. ചുറ്റി വെള്ളം കാണുന്നതാ. ബാണാസുരയാണോ കരക്കാൻ പെരുംദാഹം. ഈ വെള്ളം ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് കുടിക്കാൻ കഴിയില്ല. അതാണ് മനസ്സിന്റെ അവസ്ഥ. നല്ല വെയില. അപ്പൊ കാറ്റ് നിന്നാണ്. അപ്പൊ വരുന്നവര് 2 ഉപ്പ് എടുക്കുക, കുറച്ച് ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് വേറെ അത്ഭുതം കാണിച്ചു തരാം. ഇതാണ് അത്ഭുതം. ആ കല്ല് നിൽക്കാനാ പഠിച്ചോന്റെ കൈവാനട്ടൊക്കെ എന്തോ കുതിർത്ത് നിൽക്കണൊക്കെ. അങ്ങനെ കുറച്ച് കല്ലാളുണ്ട് ഇവിടെ. പിന്നെ ഇതിന് പറഞ്ഞാൽ മതി, അത് ഉണക്കി ഇട്ട് കൊടുക്കും. ഓന് പാറ പൊട്ടിച്ചില്ല പണി ഇതിന്. ഓനെ ഉണക്കി അടിക്ക് ഇട്ട് കൊടുക്കും. ഓന് പുതിയ പേരുണ്ടാക്കാനൊക്കെ എന്താ ചെയ്യാ, എങ്ങനെ പൊളിച്ചു വെച്ച ആളാണ്. ഇന്ന് ഹൗസ് വാമിംഗ് ആണെങ്കിൽ ഇന്നലെ വീട്ടറി പേരൊക്കെ അടിപൊളിയാണ്, എങ്ങനെ അത് പൊളിച്ചും ചിന്തിച്ച ആളാണ്. പൊളിച്ചാൻ പാടുപെടും അറിയില്ലോനെ. പേര അടിപൊളിയാണ്, പേര പൊളിച്ചാൻ കൊടുക്കുന്നവൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വരുന്നവരൊക്കെ 3 കുപ്പിയോ 2 കുപ്പിയോ സുബൈക്ക് വരിക, അത്ര എനിക്ക് പറയാനുള്ളൂ. വെള്ളം കൈ വെക്കുക, പിന്നെ റെസ്റ്റ് എടുത്തിട്ട് കയറിയാൽ മതി കേട്ടോ. ഒറ്റടിക്കൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചാൽ തലക്ക് പിടിച്ചു. ഇതട്ടോ അവിടെ നിന്നുള്ള വ്യൂ. കുറച്ചുകൂടി മേലെ കയറാണ്ട് അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ആ പാറ പറഞ്ഞത്, അടിപൊളി. ഇത് നിൽക്കണ നോക്കി, ഏത് നിമിഷം അടിക്ക് ചാടുന്നുള്ള. പക്ഷേ കുറ്റിയുറപ്പിലാണ് നിൽക്കണത്. വയനാട് ജില്ല മൊത്തം കാണട്ടോ. ആ പാറ ഇവിടുന്ന് നിൽക്കാൻ അടിയില്ലാത്ത പാറ. കൂട്ടത്തിൽ വന്ന ആളവിടെ ഉണ്ട്, ഷെയ്മ്. മോൻ പോയി അവിടുന്ന്. അപ്പോൾ പൗതിക്കൊന്ന് പരാജയപ്പെട്ടു. കയ്യൂന് മക്കളെ, ഇത് കഴിയുന്നെങ്കിൽ കുറച്ച് പണി തന്നെ, പെടാപ്പാട് പെടും. കുറച്ച് ആരോഗ്യം വേണം. ലേഡീസിനോട് പറയാനുള്ള കേസ് ഇവിടെ ഉണ്ട് 3 ആൾക്കാർ. ഓരവിടെ നിന്നു, നവാസും അക്ബറും. പിന്നെ അവിടെ എടുക്കണേ ബാക്കിയുള്ളവർക്ക് മേലെ ഉണ്ട്. ആളിഞ്ഞ് മേലേക്ക് പോട്ടെ സാധാ കയറല്ലേ. സ്റ്റെപ്പുകൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് വന്നത്. അവിടെ ഒരു പോയിന്റ്, പിന്നെ അവിടെ നിന്നൊരു പോയിന്റ്. അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അല്ല അത്ര ദിവസം പറഞ്ഞ കേൾക്കണോക്കിയാ പാറിന്റെ വെള്ളം കൊണ്ട് വാട്ടോ, കുടിച്ച വെള്ളം കൊണ്ടുപോവാ. സംസാരിച്ചപ്പോൾ ക്ലിയറിൽ കേക്കണ്ടേ. അത്ര ദിവസം ഇങ്ങോട്ട് പറയണേ, പക്ഷെ ഇങ്ങോട്ട് കേക്കണ്ടേ. പക്ഷെ തോന്നുന്നത് ഇത് പാറന്റെ അതെ ശബ്ദം പോടാം, വായി കൂടെ നല്ലോണം പോവും, നല്ലോണം സഞ്ചരിക്കും തോന്നുന്നുണ്ട്. തഞ്ഞ് 393 എന്താ പറ്റുക ഫീറ്റും കൂടി ഉള്ളു മേലക്ക്. മൊത്തം 3067 ആയിപ്പോൾ കയറിയാണ്ട്. മൊത്തം 3400 സംതിങ് ഉണ്ട് കേട്ടോ സ്ക്വയർ ഫീറ്റ് എന്താ പറയുക, ഫീറ്റല്ലേ നേരെ സ്ക്വയർ ഫീറ്റ് തന്നെ. സ്ക്വയർ ഫീറ്റോ അങ്ങനെ എത്തിട്ടോ. ലക്ഷ്യം കണ്ടു ഗൈസ്, വയനാട് കണ്ടുപോയി. ഇതാണ് ടോപ്പ്. ഏതായാലും അടിപൊളി ട്രക്കിങ്, അഡ്വഞ്ചറാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനം എത്തിട്ടോ. അതാണ് ലക്ഷ്യസ്ഥാനം, ആ വലിയ കൊടിയല്ലേ. അപ്പോൾ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ. ചെങ്ങന്മാരൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ട്രക്കിംഗ് പോയിന്റ് ചെങ്കീരി ഹിൽസ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കിട്ടും. ലൊക്കേഷൻ കമൻറ്റ് ബോക്സിലിടാം. മുതുക്കണ്ടീംസ് ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ലക്ഷ്യം കീഴടക്കിയ സന്തോഷമാണ്. അതാണ് ഒച്ചുപൊളി നായട്ടോ. നീ മുഖമറിച്ചിരിക്കുന്നതെന്തിനാ, നനമാണോ സ്നേഹമാണോ ഇർഷാദിനോടുള്ള പറടാ. പിന്നെ മുകളിൽ ഈ പാറമ്മിൽ ഫുള്ള് പ്ലെയിനായിട്ട് കിടക്കട്ടോ.
പിന്നെ ഉണങ്ങിയ പുല്ലുകളാണ് തോന്നുള്ളത്. കാര്യമായിട്ട് ഉയരം കൂടി പാറകളൊക്കെ പൊതുവെ ഇങ്ങനെ ആയിരിക്കും. ഞങ്ങൾ മുകളിലെത്തിയില്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു അഭ്യാസ പ്രകടനം ഞങ്ങൾ രണ്ടാളി. വലത് മാറി ഞാൻ അടുത്ത് കുറെ മറന്നു ഗൈസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഓക്കെ. ആ വലത് മാറിയില്ലേ? വലത് വെച്ച് ഇടത് വെച്ച് വലത് വെച്ച് അടിച്ച് ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക് ബാക്ക് പോയാ നന്നായി. വേണ്ട ഞാൻ അതേ മുമ്പ് വലത് മാറി. കീഴടക്കി ജയ് മകൻമതി. ഇതാട്ടോ പോയിന്റ്. വലിയ കൊടി പറഞ്ഞിട്ടുള്ള ഈ വലിയ കൊടി പാറിയാല് ഞങ്ങള്. പിന്നെ ഗൈസ് ഞങ്ങൾ ചെങ്കി റോക്ക് സൈറ്റ് നമ്മൾ ഇവിടെ പറയാൻ പോകട്ടോ. ഞങ്ങൾ ഏകദേശം ഫിനിഷാക്കി, പോയിൻ്റ് ഫിനിഷാക്കി. അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ ചെങ്കി റോക്സ് ഇറങ്ങി നേരെ പിന്നെ റിസോർട്ടൊക്കെ പോയത്. അപ്പോൾ അടുത്ത റിസോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.